പൊതുവെ അറിവ് നേടൽ എല്ലാവർക്കും ബാധകമായിരിക്കെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തുന്ന ദാഇകളായ പ്രബോധകന്മാരായ ആളുകൾ എത്ര ഗൗരവത്തോടുകൂടിയാണ് മതപരമായ വിജ്ഞാനത്തെ സമീപിക്കേണ്ടത്. അതുകൊണ്ട് ഒന്നാമതായി അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച പോയിന്റ് ശർഈയായ വിഷയത്തിൽ കൃത്യമായ ഇൽമു നേടുക, അറിവ് നേടുക എന്ന കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് നാം നേടിയ അറിവനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. കാരണം പ്രവർത്തിക്കാത്ത മുഴുവൻ അമലുകളും നാളെ നമുക്കെതിരെ ഒരു സാക്ഷിയായി ഖിയാമത്ത് നാളിൽ വരുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നമ്മൾ നേടിയ അറിവ് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നാം നേടുന്ന വിജ്ഞാനങ്ങളെ നമ്മൾ അമലാക്കി തീർക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ നേടിയ അറിവനുസരിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് അങ്ങനെ നാം ഒരു അറിവ് നേടുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അദ്ദഅവത്തു ഇലൽ ഇൽം. ആ വിജ്ഞാനത്തിലേക്ക് നമ്മൾ ജനങ്ങളെ ദഅവത്ത് നടത്തുകയാണ്, മറ്റുള്ളവരെ ഈ ദീനിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എമ്പാടും സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദ വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് തുടങ്ങിയ വചനങ്ങളിൽ പ്രതിപാദിച്ചതുപോലെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിന്റെ സബീലിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. ഇവിടെ അദ്ദേഹം പ്രത്യേകം സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു രോഗമായിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തേണ്ടതിന് പകരം ഓരോ വ്യക്തികളും തങ്ങളുടെ തന്നിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് ദഅവത്തിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യമാണ്. അവർ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ അവർ ശറഹ് ചെയ്യുന്നത്, ദീനിന്റെ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കുന്നത് അവരുടെ മനസ്സിൽ ചില ആശയങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും. ആ ആശയങ്ങളെയും ആഗ്രഹങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി അവർ ദഅവത്തിനെ സ്വീകരിക്കുന്നു. എന്നാൽ കൃത്യമായി ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് വളച്ചൊടിക്കലില്ലാതെ യാതൊരു നിലക്കും വെള്ളം ചേർക്കാതെ പൂർണ്ണമായും അല്ലാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് നടത്തുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ദഅവത്ത് നടത്തുന്ന ആളുകൾ അത് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി നിർവഹിക്കണം എന്ന പോയിന്റാണ് മൂന്നാമതായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. നാലാമത്തെ കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണത്? ദീനീ മാർഗത്തിൽ പ്രബോധന രംഗത്തുള്ള ക്ഷമയാണ്. അങ്ങേയറ്റത്തെ ക്ഷമാലുക്കൾക്കല്ലാതെ ദഅവത്തിന്റെ രംഗത്ത് നിലനിൽക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ അധ്യായം എന്നാൽ ബൃഹത്തായ ആശയമുള്ള അധ്യായം അൽ-അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നന്മ കൊണ്ട് സത്യം കൊണ്ട് ഉപദേശിക്കുന്ന ആളുകൾ ക്ഷമ കൊണ്ട് ഉപദേശിക്കൽ അനിവാര്യമാണ്. കാരണം ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇല്ലാത്തത് പറഞ്ഞു പരത്തുമ്പോൾ, അങ്ങനെ ദഅവത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ എല്ലാ നിലക്കും മോശമായി ചിത്രീകരിക്കുന്ന രംഗങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുനിയാവിലെ പ്രചോദനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ ദഅവത്തിന്റെ രംഗത്ത്, നന്മയുടെ രംഗത്ത് ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. അതോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ചൊരു പോയിന്റ്, ദാഇമാരായ ആളുകൾ എമ്പാടും ലോകത്തുണ്ട്. പക്ഷേ ഫലപ്രദമായ നിലക്ക് അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ചെയ്തിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് എന്നാണ്. അതിനുള്ള കാരണം ജനങ്ങളുടെ ദാഇമാരായ ആളുകളുടെ ക്ഷമയില്ലായ്മയാണ്. ചിലർ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം ദഅവത്തിന്റെ രംഗത്ത് കാണാം. പിന്നെ അവർ അക്ഷമരായിക്കൊണ്ട് ദുനിയാവിന്റെ മേഖലകളിലേക്ക് പോകുന്നു. പിശാച് അവർക്കിടയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ദഅവത്തിനെ ദുർബലമാക്കുന്ന രൂപത്തിലുള്ള എല്ലാ ഇടപെടലും പിശാചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും വളരെ നല്ല നിലയ്ക്ക് ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തുന്ന ആളുകളൊക്കെ ദുനിയാവിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം കാണാൻ സാധിക്കുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു.
സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പ്രതിപാദിച്ച മറ്റൊരു കാര്യം, നമുക്കിടയിൽ വസ്വാസുകൾ ഉണ്ടാക്കുവാൻ, നമുക്കിടയിൽ ഭിന്നതയുണ്ടാക്കുവാൻ, ദാഇമാർക്കിടയിലും മുസ്ലിം ഉമ്മത്തിനിടയിലും ഭിന്നതയുണ്ടാക്കുവാൻ വേണ്ടിയുള്ള പിശാചിന്റെ പ്രവർത്തനങ്ങൾ ധാരാളമായി ഉണ്ടാകുമെന്നാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ അതിനെ ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ക്ഷമയോടുകൂടി ദഅവത്തിന്റെ മാർഗത്തിൽ നിലനിൽക്കുവാനും വൈജ്ഞാനികമായ വിഷയങ്ങളിൽ കിബാറുൽ ഉലമാക്കളായ ആളുകൾ, വലിയ പണ്ഡിതന്മാരായ ദീനിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചും അവരിൽ നിന്ന് വിജ്ഞാനം സ്വീകരിച്ചുകൊണ്ടും നല്ല നിലക്ക് മുന്നോട്ട് പോകണമെന്ന മഹത്തായ ഒരു തത്വമാണ് അദ്ദേഹം വളരെ കുറഞ്ഞ വാക്കുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 4 പോയിന്റുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്ന് ശർഈയായ ഇൽമ്, മതപരമായ വിജ്ഞാനം. രണ്ടാമത്തെ കാര്യം ആ അറിവനുസരിച്ചുകൊണ്ടുള്ള നമ്മളുടെ പ്രവർത്തനം. മൂന്നാമത്തെ കാര്യം ആ ശരിയായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ വിജ്ഞാനത്തിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യുക എന്ന കാര്യം. നാലാമത്തത് ദഅവത്തിന്റെ രംഗത്തും മറ്റു രംഗങ്ങളിലും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിലും ദുനിയാവിന്റെ പ്രലോഭനങ്ങളിലും അങ്ങേയറ്റത്തെ ക്ഷമ കൈക്കൊള്ളുക എന്ന കാര്യം. ഈ 4 കാര്യമാണ് ഈ മഹത്തായ സദസ്സിന്റെ മുമ്പിൽ അദ്ദേഹം നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ സൗകര്യം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയും നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇത്. അള്ളാഹുവേ, ഈ നന്മയുടെ കൂട്ടായ്മയെ നീ നിലനിർത്തി തരണമേ റബ്ബേ. ക്ഷമയോടുകൂടി ഈ ഹക്കിന്റെ മാർഗത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും അള്ളാഹുവേ നീ നൽകണമേ. മുസ്ലിം സഹോദരങ്ങളോട് യാതൊരു നിലക്കുമുള്ള വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത തെളിമയാർന്ന ഒരു ഹൃദയം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റബ്ബേ. അങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഏത് നാട്ടുകാരാകട്ടെ, ഏത് പ്രദേശത്തുകാരാകട്ടെ, നാളെ പരലോകത്തെ സ്വർഗത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.